ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സിൻഡീസ് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് ആമ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈസിലി അവൈലബിൾ ആണ്, ഇപ്പോൾ എല്ലാ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇത് അത്രയും റേറ്റ് വരാത്തൊരു ബാസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ ടെഡി ബെയറാണ് എടുത്തേക്കുന്നത്. അത് ഇതിൻ്റെ സൈസിൽ ഈ ബാസ്ക്കറ്റിൽ കൊള്ളാവുന്ന സൈസിൽ ഒരു ടെഡി ബെയറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഫോം ഷീറ്റ്സ് കൊണ്ടിട്ട് ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നെറ്റ്, പിന്നെ നമുക്ക് ഡബിൾ സൈഡഡ് ടേപ്പ്, അതാണ് നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ നമ്മളിതിൽ ചോക്ലേറ്റ്സ് ആണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ അറേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നത് ചോക്ലേറ്റ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ നെറ്റ് ഇച്ചിരി ലെങ്ത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് വട്ടത്തിലിങ്ങനെ വെക്കാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ ഉള്ള ഒരു ലെങ്ത്താണ് എടുത്തേക്കുന്നത്. കുറച്ച് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇതിപ്പോൾ ഒരു ലൈറ്റ് കളർ ഇവിടെ എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായതാണ്. എനിക്ക് ഏത് കളറിലെ നെറ്റ് വേണമെങ്കിലും എടുക്കാം. ഇതിങ്ങനെ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. ലൂസായിട്ടൊന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പം ഇതൊന്ന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാനിതിങ്ങനെ കുറച്ച് ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബാലൻസ് വന്നത് ഞാൻ ഈ നെറ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വേറെ ഒരു ബോ കെട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി അടുത്തത് നമ്മൾ ചെയ്യണത്, ഇത് ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. ഈ ഫ്ലവേഴ്സ് ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാനതിനൊരു ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് നമുക്ക് സ്കാറ്റർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പൂവിൻ്റെ അവൈലബിലിറ്റി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അവിടെയാണ് ഞാനൊരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്കെടുക്കാം. അടുത്തത് ഞാനിവിടെ ഒട്ടിച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു റെഡ് കളറാണ്. ഇവിടെയും കൂടി ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അവിടെ ഞാൻ വീണ്ടും ഒരു യെല്ലോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അടുത്ത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അടുത്ത് വേണമെങ്കിൽ അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സ്പേസ് വിട്ടേക്കുന്നത് ഈ നെറ്റ് ഒന്ന് വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇത് ഇവിടെ ഒരു ബോ പോലെ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ബോ കെട്ടിയിട്ട് അത് നമുക്ക് ഈ ഡബിൾ സൈഡഡ് ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നൂലും സൂചിയും കൊണ്ടാണെങ്കിലും അവിടെ ഒന്നൊരു നോട്ടിട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഡബിൾ സൈഡഡ് ടേപ്പ് തന്നെയാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പിന്ന എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ക്രോസായിട്ട് വെച്ചിട്ട് ഞാനതങ്ങനെ ഒട്ടിച്ചു.
പിന്നെ ഞാൻ അതിൻ്റെ മീതയ്ക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചിട്ട് അവിടെ ഞാനൊരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഡബിൾ കളർ കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഫോം ഫ്ലവർ തന്നെയാണ്. അപ്പം ഞാൻ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിങ്ങനെയാണ് ഇപ്പം എൻ്റെ അത് റെഡിയാക്കിയേക്കുന്നത്. ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് നല്ലോണം അവിടെ ഒന്ന് ടൈറ്റൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതും കൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വശത്ത് ഒട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നും കൂടി ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് വീണ്ടും എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത് ബോ റെഡിയായി അവിടെ അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ടെഡി ബെയറിനെ ഒന്ന് ഫിക്സ് ചെയ്യണം. അവിടെ എല്ലാം ഞാൻ ഈ ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഈസി ആയിട്ട് അതവിടെ ഫിക്സ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ആ ടെഡീനെ അവിടെ വയ്ക്കാം. ടെഡിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡോളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ ടെഡിയുടെ. അപ്പോൾ ഈ ബോ വയ്ക്കുന്നതിന് ഫേസ് ചെയ്തിട്ട് വേണം ഈ ടെഡീനെ സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ചോക്ലേറ്റ്സ് 2 കളറിലാണ് ഞാൻ ചെയ്തേക്കുന്നത്, കവർ ചെയ്തേക്കുന്നത് ചോക്ലേറ്റ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് സ്കാറ്റർ ചെയ്തിട്ടാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി ചെയ്യാവുന്നതാണ്. അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കണമെങ്കിൽ അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് സ്കാറ്റർ ചെയ്ത് കൊടുത്തേച്ചാലും മതി. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ ഒട്ടിക്കുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അറേഞ്ച് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഗോൾഡൻ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഗോൾഡൻ മാത്രമായിട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിത് 2 പേപ്പർ റാപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ 2 കൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്ത് കൊടുത്താലും ഭംഗിയായിരിക്കും. ഇപ്പം ചെടിയല്ല വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ ക്ലിപ്പോ അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ആക്സസറീസ് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ചോക്ലേറ്റ്സും കുറച്ചെടുത്തിട്ട് വെച്ച് കൊടുത്താലും ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. സോ ഇപ്പം ഞാൻ ഇത്രയും ചോക്ലേറ്റ്സാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ആവശ്യത്തിനുള്ളൊരു ചോക്ലേറ്റ് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇനി ഗ്ലാസ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിത് ഒരു അടുത്തുള്ള ഒരു കുട്ടിക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. ഞാനതിൽ ഒന്നും റാപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്കാണെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടികളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച്. അപ്പം ഇങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും ഭംഗിയായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ടോയ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്വീറ്റ്സ് എടുത്ത് വയ്ക്കാനും അങ്ങനെ ടേബിളിൽ അറേഞ്ച് ചെയ്യാനും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗിഫ്റ്റ് ആമ്പറായിട്ട് കൊടുക്കാനാണെങ്കിൽ ഇപ്പം നമ്മുടെ നെയ്ബേഴ്സിൻ്റെ കുട്ടികൾക്കൊക്കെ നമ്മുടെ കുട്ടികളെ മാത്രമായിട്ട് ഇവിടെയൊക്കെ മിക്കവാറും തന്നെ കുട്ടികൾ മാത്രമായിരിക്കും ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ പോകുന്നത്. അപ്പം ചെറിയ ഗിഫ്റ്റ് അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റൊന്നും ആയിരിക്കില്ല ഇവിടെ കൊടുക്കുന്നത് കുട്ടികൾക്ക്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും നല്ല പ്രസൻറ്റബിളായിരിക്കും, നല്ല ഭംഗിയായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ തന്നെ ബാസ്ക്കറ്റ് നമുക്ക് ഹാൻഡിലായിട്ടുള്ളതും കിട്ടും. അങ്ങനത്തെ ആയാലും അതും സെറ്റ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പം
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.